ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കല്ലേ, വീഡിയോയിലേക്ക് പോട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 8 കഷ്ണം ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട കൂടി പോരാത്ത ഞാൻ ചേർത്തിട്ടു. അങ്ങനെ 6 മുട്ട ഞാൻ എടുത്തു. ആദ്യം 5 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മുട്ട കൂടി വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ മുട്ട ഒന്ന് കലക്കി വയ്ക്കാം കേട്ടോ. ആദ്യം തന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് വേണ്ട ചേരുവകൾ ചേർത്തിട്ട് നമുക്ക് അതൊന്ന് സെറ്റാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ 5 മുട്ടയും ആദ്യം പൊട്ടിച്ചൊഴിക്കുക ഒരു ബൗളിലേക്ക്. അപ്പോൾ അത് 5ഉം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ മുട്ടയിലാകുമ്പോൾ അധികം ഉപ്പ് വേണ്ടില്ല, അപ്പോൾ ഞാൻ കൈ കൊണ്ട് എടുത്താലേക്ക് കണക്ക് കിട്ടുള്ളൂ, കാരണം കൈ കൊണ്ട് എടുത്തിരുന്നിട്ടാ. അപ്പോൾ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇടണുള്ളൂ, കുട്ടികൾക്ക് കഴിക്കാനുള്ളതല്ല, പേര് കൊണ്ടുവച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ പച്ചമുളകൊന്നും ഇടണില്ല കേട്ടോ, അത് കാരണം. അപ്പോൾ ഇത്തിരി മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞ് ചേർത്തു, പിന്നെ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞ് ചേർത്തു. പിന്നെ പച്ചമുളക് ഇഞ്ചൊന്നും ഇടണില്ല, അവർക്ക് കടിക്കുമ്പോൾ അതൊന്നും കുട്ടികൾ പിച്ച് കളയായിരിക്കുമല്ലോ, ആ കാരണം ഞാൻ അതൊന്നും ചേർക്കണില്ല കേട്ടോ. സാധാരണ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടുള്ള ചെറുതാക്കി ഇങ്ങനെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ, സവോളയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക, വേഗം ഇങ്ങനെ അടിച്ച് ഒന്ന് മിക്സാക്കി എടുക്കട്ടെ നന്നായി. അപ്പോൾ ആ ബീറ്റ് ചെയ്യണോണ്ടൊന്ന് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായി മിക്സായിട്ട് കിട്ടിയിട്ടോ വേഗം കണ്ടോ. അപ്പോൾ നല്ല മാതിരി എല്ലാവരുടെയും ഒരുപോലെ കലങ്ങി ശരിയായി കിട്ടും കേട്ടോ, ഉപ്പും ഇതൊക്കെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊക്കെ മാറ്റി വെച്ച് വെയിറ്റ് ചെയ്തിട്ടാ. അതിന് ശേഷം ബ്രെഡ് കഷ്ണങ്ങൾ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ പരത്തി വയ്ക്കുക. എന്നിട്ട് ഒരു ചെറിയ ഗ്ലാസ് എടുത്തിട്ട് ആ ചെറിയ ഗ്ലാസ് കൊണ്ട് അതിൻ്റെ നടുഭാഗം ഇങ്ങനെ നമുക്ക് എടുക്കാൻ അമർത്തിയാൽ ഇങ്ങനെ കിട്ടും കേട്ടോ നടുഭാഗം. അപ്പോൾ ആ നടുഭാഗം എടുത്തത് കളയരുത്, നമുക്കൊരു അവിടെ ആവശ്യമുണ്ട് കേട്ടോ, അത് അവിടെ വേറെ മാറ്റി വയ്ക്കുക. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും നടുഭാഗം അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് വേറെ മാവൊന്നും അരച്ചിരിക്കില്ലെങ്കിലും പൊടികളൊക്കെ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ബ്രെഡ് മേടിച്ച് ചെയ്യാൻ എളുപ്പമാട്ടോ. കുട്ടികൾക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും ചെയ്യും, ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ഇഷ്ടമാവും. ബ്രെഡ് കൊണ്ടും മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ, അപ്പോൾ നല്ല ഇഷ്ടപ്പെടും, ഞാൻ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുഭാഗമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ ചൂടായി അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ടു കേട്ടോ. നമുക്ക് എണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയില എന്താ വേണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, അല്ലെങ്കിൽ നെയ്യ് ഇത്തിരി അടിയിൽ ചേർക്കുക. ഞാൻ ഇപ്പോൾ ഒരു കഷ്ണം ബട്ടറാണ് ഇട്ടത് ആദ്യം. ബട്ടറൊക്കെ ഒരുക്കി ഇതായതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ബ്രെഡ് വെക്കുക കേട്ടോ, പരത്തി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെറിയ പാത്രമായ കാരണം അധികം ഒന്നും കൊള്ളില്ല, ശരിക്കും പറഞ്ഞാൽ 2 കറക്റ്റായി വെച്ച് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാനതൊരു 3 വയ്ക്കാൻ പറ്റുമെന്ന് ഒതുക്കി വെച്ച് നോക്കാം കേട്ടോ. ഒതുക്കി വയ്ക്കുമ്പോൾ ഒരേ ഭാഗം ചെരിഞ്ഞിട്ടടിക്കുന്നത് കാരണം 3 വയ്ക്കുമ്പോൾ 2 വെച്ചാൽ കറക്റ്റ് കേട്ടോ. കണ്ട അങ്ങോട്ട് കയറി 3 വെച്ചപ്പോൾ കണ്ട. അപ്പോൾ ഏതായാലും ഇത് വെച്ചാൽ വെച്ചിട്ട് ഒരു തവണ അങ്ങനെ 3 ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കലക്കി വെച്ച മുട്ടയുടെ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് നടുവിൽ ഒഴിച്ചു കൊടുക്കുക. ആ ബ്രെഡിൻ്റെ നടുഭാഗം എടുത്തതിലേക്ക് നമ്മൾ അതിൽ കൊള്ളാവുന്ന മുട്ടയരത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കുഴി നിറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതങ്ങനെ ചെറിയ തീയാക്കിയിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും കേട്ടോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മറയ്ക്കാറായിട്ട് കേട്ടോ, അതൊക്കെ മറച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അടിഭാഗം ഒരുവിധം ശരിയായിട്ടുണ്ട്, റോസ്റ്റായിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി ഒന്ന് റോസ്റ്റായി കിട്ടാൻ ഇപ്പുറം കൂടി മറച്ച് വയ്ക്കുക. അടിയിൽ ബട്ടറിൻ്റെ ഒക്കെ ഉള്ള കാരണം വേഗം റോസ്റ്റായി കിട്ടുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാൻ കഴിക്കാനും. അപ്പോൾ ഈ 2 ഭാഗം കൂടി ഒരു ഭാഗം കൂടി ആകണം, ഒരു ഭാഗം ആയതിൻ്റെ ഇനി ഒരു ഭാഗം കൂടി ഒന്ന് മറച്ചിട്ടത് കൂടി ആയാൽ നമുക്ക് പെട്ടെന്ന് ബ്രെഡായി കാരണം വേഗം റോസ്റ്റ് ആവുക, കാരണം തീയൊന്നും അധികം കൂട്ടി വയ്ക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ 3 ബ്രെഡും മറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പുറം കൂടി ആയി പെട്ടെന്ന് ആവും. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാട്ടോ. ഇപ്പോൾ എടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം നല്ല റോസ്റ്റ് ആയിട്ട് കേട്ടോ, കണ്ട നല്ല അധികം കരിഞ്ഞിട്ടുമില്ല, ചെറിയ ഫ്ലെയിമിലിട്ട കാരണം കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ഭംഗിയിൽ കിട്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ 3 നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടോ. ഇനി നമുക്ക് അടുത്തത് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ 2 വെക്കണുള്ളൂ, വേഗം ആവും കിട്ടുള്ളൂ. 3 വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ 2 വെച്ചിട്ട് അടിഭാഗം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ആദ്യം ചെയ്ത പോലെ തന്നെ അതിൻ്റെ നടുഭാഗത്ത് മുട്ടയുടെ കൂട്ട് തയ്യാറാക്കിയത് ഒഴിക്കുക കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് അടിഭാഗം വേഗം ആവും കേട്ടോ. ചെറിയ ഫ്ലെയിം ഇട്ടിട്ട് അടിഭാഗം വേഗം ആവുന്നുണ്ട് കണ്ട.
മറച്ചിട്ട് കൊടുക്കുക. കണ്ട അടിഭാഗമായി, ഇനി ഈ ഭാഗം കൂടി ആയി കിട്ടണം. അപ്പോൾ 2 ബ്രെഡും മറച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ അടിഭാഗം ഒരു മിനിറ്റ് കൊണ്ട് വേഗം കിട്ടും. അപ്പോൾ 2 എടുത്ത് മാറ്റാം അതിൽ നിന്ന്. ഇനി നമ്മൾ ആദ്യം ബ്രെഡ് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ, നടുഭാഗം ഇങ്ങനെ കട്ടാക്കി വെച്ച കഷ്ണങ്ങളാട്ടോ അത്. അതിനെ നമുക്കിനി ബാക്കിയുള്ള മുട്ടയുടെ ഇതുണ്ടല്ലോ, കൂട്ടുകളുണ്ടല്ലോ, അതിൽ മുക്കിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ പാനിലേക്ക് കുറച്ച് ബട്ടർ തന്നെ ചേർത്ത് ഉരുക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇനി ഇത് ഓരോന്നും മുക്കിയിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ഇടാം കേട്ടോ. ആ റൗണ്ട് ചെയ്ത ഗ്ലാസിൻ്റെ റൗണ്ടിൽ പോകുന്ന ബ്രെഡില്ലേ, അത് നമുക്ക് ഇതിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം എണ്ണയിലേക്ക് ഇട്ടിട്ട്. ഇപ്പം എല്ലാതും മുക്കിയിട്ട് ചട്ടിയിലേക്ക് വെച്ചിട്ട് ഇനി നമുക്കതൊന്ന് അടിഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പം പതുക്കെ മറിച്ച് കൊടുക്കുക. അടിഭാഗം ആയോ എന്ന് നോക്കാം കേട്ടോ. നമുക്ക് 1 ടീസ്പൂൺ കൊണ്ട് വേഗം മറിച്ചിടാം കേട്ടോ. അധികം കരിയണ്ട, ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് മറിച്ചിടാം കേട്ടോ. അപ്പം എല്ലാം അതിൻ്റെ അടിഭാഗം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഭാഗം കൂടി ഒന്ന് റോസ്റ്റായി കിട്ടി നമുക്ക് എല്ലാം ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പം അടിഭാഗം ഒരു വിധമായി തുടങ്ങിയിട്ടാ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടോ, 2 ഭാഗം ഒരുപോലെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം കേട്ടോ എണ്ണയിൽ നിന്ന്. കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടത്. വേഗം പണി കഴിയുകയും ചെയ്യും കേട്ടോ. സുഖമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ട നല്ല ഭംഗിയിൽ 2 തരമായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം കേട്ടോ. അപ്പോൾ പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബായ്.